ഹലോ ഫ്രണ്ട്സ്, കല്ലൂസ് സ്റ്റേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ടോ, ഇത് ചമ്പാവരിയാണ് കേട്ടോ. അത് കല്യാണി കഞ്ഞിക്കിടാൻ വേണ്ടി നേരത്തെ എടുത്ത് വച്ചതായിരുന്നു. അപ്പോൾ കേശു ഇത് അടുക്കളയിൽ വന്നപ്പോഴത്തേക്കും അതിൽ വെള്ളം എടുത്ത് ഒഴിച്ചു. അപ്പോൾ കല്യാണി എന്നെ വിളിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എടുത്ത് ഫ്രിഡ്ജിൽ വയ്യെന്ന് പറഞ്ഞ് വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞ് കേട്ടോ. ഞാൻ വിചാരിച്ച് പുട്ടുണ്ടാക്കാൻ അങ്ങനെ കുറച്ച് കോരി ജാറിലിട്ടു പൊടിച്ചൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ പൊടിച്ചു, വലിയ കുഴപ്പമില്ല. അപ്പം എന്തായാലും ചമ്പാവ് പുട്ടാവാമെന്ന് വിചാരിച്ചു. ശകലം ഉപ്പും വെള്ളവും കൂടി നനച്ച് നമ്മൾ നല്ലപോലെ ഒന്ന് വരവി എടുക്കുന്നുണ്ട്. വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ വറക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പൊടിച്ച ഉടനെ തന്നെ നമ്മൾ പുട്ടുണ്ടാക്കാനാണ് പോകുന്നത്. അതിനുവേണ്ടി നല്ലൊരു പച്ച തേങ്ങ നോക്കി ഉടയ്ക്കാം. തേങ്ങ ഉടച്ച ശബ്ദം കേട്ടപ്പം കേശു ഓടി എത്തിയിട്ടുണ്ട് വെള്ളത്തിന്. കല്യാണിയോടെ പിണങ്ങി നിൽപ്പാണ്. തേങ്ങയ്ക്ക് നല്ല തൊലിക്കെട്ടിയാണ്, അത് പൊട്ടി വരുന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി തിരുവി പുട്ടുണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. നല്ല പച്ച തേങ്ങ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമുക്കെന്നാൽ പിന്നെ ഇനി പുട്ട് വാരി വയ്ക്കാമെന്ന് വിചാരിച്ചു. അധികം വെള്ളമൊന്നും ഒഴിച്ച് കുഴക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം നല്ല നനവുണ്ടായിരുന്നു. ഫ്രിഡ്ജിലിരുന്ന അരിയായിരുന്നു. നല്ല ചെറിയ രീതിക്ക് ഞാൻ തളിച്ച് കൊടുത്തിട്ട് ഉണ്ടായിരുന്നു. ആദ്യം തേങ്ങ ഇടുക, രണ്ടാമത് മാവ് വാരി വെച്ചു. ഇനി നമുക്ക് കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കാം. വീണ്ടും ഞാൻ മാവ് വാരി വെച്ചു. വീണ്ടും കുറച്ച് തേങ്ങ കൂടി വെച്ച് നമുക്കിനി പുട്ടുണ്ടാക്കാൻ വേണ്ടി പുട്ടുകുടത്തിലോട്ട് വയ്ക്കാം. ഈ സമയം കൊണ്ട് അവിടെ നല്ല ബഹളം കേൾക്കുന്നുണ്ട് റൂമിൽ. എന്താണെന്ന് പോയി നോക്കിയിട്ട് വരാം. എന്തോന്ന് ഇവിടെ? കേശുന് പുട്ട് വേണ്ടേ? കേശോ ഉച്ചയ്ക്ക് പുട്ടല്ലേ, ചോറ്. കല്യാണിയുടെയും കേശുവിൻ്റെ ബഹളം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പുട്ടായിട്ടുണ്ട്. പുട്ടുകുറ്റി ഞാനും കൂടെ ഒരു മത്സരം കഴിഞ്ഞു. എന്നിട്ട് അടപ്പൊക്കെ തുറന്ന് നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ പുട്ടിൻ്റെ. നമ്മുടെ ആദ്യത്തെ കുറ്റി പുട്ട് റെഡി ആയിട്ടുണ്ട്. കുക്കറിൽ കുറച്ച് ചെറുപയർ നമ്മൾ അവിക്കാൻ വെച്ചിട്ടുണ്ട്. ഉണ്ടോ, നല്ല ആവിയൊക്കെ പറക്കുന്നു. സെറ്റായിട്ടുണ്ട്. പുട്ടെല്ലാം ഏതാണ്ട് അവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ പയറവിച്ച് കടുവറുത്തെടുത്തിട്ടുണ്ട്. നല്ല രസകുലിപ്പഴം. പിന്നെ എനിക്കുള്ള പുട്ടാണെങ്കിൽ ബാക്കി വന്ന മാവും ബാക്കി വന്ന തേങ്ങയും കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ പുട്ടായിരുന്നു കേട്ടോ. സ്പെഷ്യൽ പുട്ടായിരുന്നു. എനിക്കിതാണ് താല്പര്യം. ബാക്കി വന്ന തേങ്ങയും ബാക്കി വന്ന മാവും കൂടി ഞാൻ ചേർത്താണ് എനിക്ക് വേണ്ടി ഉണ്ടാക്കാറ്. അപ്പോൾ രസകുലിപ്പഴമൊക്കെ വെച്ച് പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. അത് കല്യാണിയും കേശുവും കൂടി കഴിച്ച് തീർത്തു. നല്ലപോലെ ഒന്ന് കുഴച്ച് വായിൽ വെച്ചിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഉടനെ തന്നെ പൊടിച്ച് ചെയ്തതായതുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ കട്ടൻ ചായയും കൂടെ ആയപ്പോഴേ ഇനി ഇന്നൊന്നും വേണ്ടാന്നുള്ള മട്ടായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.